എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന വല്യപ്പച്ചനോട് ചോദിക്കുന്നുണ്ട് എൽസമ്മയുടെയും പിള്ളേരുടെയും കാര്യമൊക്കെ, എന്തുകൊണ്ടാണ് എൽസമ്മ അഞ്ചലിൽ നിൽക്കുന്നത്, അവരെന്നെ ഇങ്ങോട്ട് ഒരു തവണ പോലും വരാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ വല്യപ്പച്ചൻ പറയുന്നുണ്ട് എൽസമ്മയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല, റീത്തമ്മയുടെ കൂടെ അവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം. അവൻ മിലിറ്ററിയിലായിരുന്ന സമയത്ത് അവൾക്കും പിള്ളേർക്കും ഒരു തുണി ആവുമല്ലോ അവളുടെ വീട്ടുകാർ എന്ന് കരുതി അവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ വീട് മേടിച്ചു കൊടുത്തു. അതുപോലെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ ആവശ്യമായ പൈസ അവൻ കൊടുക്കുന്നുണ്ട്. പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഉള്ള പൈസയും അവൻ മാസാമാസം അവർ പറയുന്നതനുസരിച്ച് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ ചിലവാക്കുന്നു, എങ്ങനെ ചിലവാക്കുന്നു എന്ന് പോലും അവൻ വിളിച്ചു ചോദിക്കാറില്ല എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ലല്ലോ വേണ്ടത്. ശരിക്കും പപ്പ മിലിറ്ററിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അവരെ വിളിച്ചുകൊണ്ട് വന്ന് കൂടെ താമസിപ്പിക്കേണ്ടായിരുന്നോ, അതല്ലായിരുന്നോ വേണ്ടത് എന്നിങ്ങനെ അലീന ചോദിക്കുമ്പം വലിപ്പിച്ചൻ പറയുന്നുണ്ട് എൽസമ്മയ്ക്ക് അവളുടെ വീട്ടുകാരുടെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടം. ഭാര്യമാരുടെ വീട്ടുകാരുമായിട്ട് ഒട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് അടർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ നിർബന്ധിച്ച് കൊണ്ട് നിർത്തിയിട്ടും കാര്യമില്ലല്ലോ, മനസ്സുകൊണ്ട് അവർ തമ്മിൽ ഒരു പൊരുത്തം വേണ്ടേ, അതില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് എന്ന് പറയുമ്പം വീണ്ടും അലീന ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം വല്യപ്പച്ചൻ പറയും അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാറില്ല, പക്ഷേ എന്തോ അവർ തമ്മിൽ വലിയ സ്വരച്ചേർച്ചയൊന്നുമില്ല. എൽസമ്മയ്ക്ക് അവരുടെ വീട്ടുകാരുമായിട്ടാണ് കൂടുതൽ അടുപ്പം, പിന്നെ റീത്താമ്മയുടെ കൂടെ നിൽക്കുന്നതാണ് അവൾക്കിഷ്ടം എന്നൊക്കെ പറയുന്നു. പിന്നെ എൽസമ്മ ഭയങ്കര ഭക്തിക്കാരിയാണ്, എപ്പോഴും ഓരോ കൺവെൻഷനും ധ്യാനത്തിനും ഒക്കെ പോകും എന്നൊക്കെ പറയുമ്പം അലീന ചോദിക്കും അന്നേരം ആ കുട്ടികളെ നോക്കുന്നത് ആരാണ് എന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് റീത്താമ്മയാണ് എന്ന് പറയുമ്പം അലീന ചോദിക്കും ആ കുട്ടികൾക്കും പപ്പയുടെ സ്നേഹമൊന്നുമില്ലേ എന്ന് ചോദിക്കുക. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട് ആ കുട്ടികളെ അവരെല്ലാവരോടും പറഞ്ഞ് തിരിച്ചു വെച്ചേക്കുവാണ്. അവരോട് പറഞ്ഞേക്കുന്നത് അവരുടെ പപ്പ ഭയങ്കര കുടിയനാണ്, അതുപോലെ സ്നേഹമില്ലാത്തവനാണ് എന്നൊക്കെയാണ്. അതൊന്നും ഇനി മാറും എന്ന് തോന്നുന്നില്ല, അത് ആ വഴിക്ക് തണുത്തുറഞ്ഞു പോയി ആ ബന്ധം എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വേണ്ടത്, ഇതൊക്കെ വല്യപ്പച്ചനും അതുപോലെ വീട്ടിലുള്ളവരൊക്കെ ശ്രമിക്കുമായിരുന്നു, പണ്ടേ മാറിയേനെ എന്നൊക്കെ പറയുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട് അങ്ങനെയല്ല മോളെ, സ്റ്റാൻലിയുടെ കാര്യത്തിൽ അങ്ങനെ ആരും കയറി ഇടപെടുന്നത് അവന് ഇഷ്ടമല്ല, അവൻ വേറെ ആരുടെ കാര്യത്തിൽ ഇടപെടാനും വരില്ല, അവൻ്റെ കാര്യത്തിൽ ആരും ഇടപെടുന്നതും അവന് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പം ആ കുട്ടികൾക്കും പപ്പയുടെ സ്നേഹമില്ലാതായല്ലോ എന്നിങ്ങനെ പറയുവാണ് അലീന. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട് അവന് സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ മനസ്സിലുണ്ടോ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ ആ കുട്ടികൾ ഇങ്ങോട്ട് വരുമോ അവനോട് സഹകരിക്കുകയൊന്നും ചെയ്യാറില്ല. മൂത്തതിൻ്റെ പേര് ടാനിയ എന്നാണ്, അത് കോളേജിൽ പഠിക്കുവാണ്. ടെൽസയ്ക്ക് ചെറിയ എന്തൊക്കെയോ ബുദ്ധിപരമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇളയത് ടോജോ. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം അലീനൊക്കെ ആ കുട്ടിയെ ചികിത്സിക്കാനൊന്നും നോക്കാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ആര് ചെയ്യാനാ, ലാലിച്ചനെ എൽസമ്മയുടെ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല, അവളുടെ ആങ്ങളമാർക്കും ആർക്കും ഇഷ്ടമല്ല, അതുപോലെ തന്നെയാണ് ഇവനും, അതുകൊണ്ട് ആ ബന്ധം അങ്ങനെ അങ്ങ് തീർന്നു എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഈ സമരം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, പപ്പ ഇങ്ങനെ ആർക്കും പിടികൊടുക്കാതെ ഒരു ചെതൽപ്പുറ്റിനകത്തിരിക്കുമല്ലേ, അങ്ങനെ ഇരുന്നാൽ ശരിയാകിയല്ല, ആ ചെതൽപ്പുറ്റ് പൊട്ടിച്ച് യഥാർത്ഥ പപ്പേനെ പുറത്തേക്ക് കൊണ്ടുപോകണം, അതിന് പറ്റുന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുമ്പം വലിപ്പിച്ചൻ പറയുന്നുണ്ട് കേട്ടോ അതത്ര എളുപ്പമുള്ള കാര്യമല്ല മോളെ എന്ന്. അന്നേരം അലീന പറയും അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ വല്യപ്പച്ച, ഒരു ചെറിയ വാതിൽ കിട്ടിയാൽ മതി എനിക്ക്, അതിലൂടെ കയറിപ്പോയി എല്ലാം ശരിയാക്കാൻ പറ്റുമോയെന്ന് എനിക്കൊന്ന് നോക്കണം എന്നൊക്കെ അലീന പറയുന്നുണ്ട്. എന്നിട്ട് പറയൂ കേട്ടോ ഇതുപോലെയൊന്നും അല്ല ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്, ഇവിടെ കുറേ പട്ടികളെയും സ്നേഹിച്ച് എല്ലാ സമയവും മദ്യപിച്ച് പുകവലിച്ച് ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, അതിനൊക്കെ ഒരു മാറ്റം വരണം എന്നൊക്കെ പറയുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട് അവൻ പറയുന്നത് പട്ടികളാകുമ്പം തിരിച്ച് കടിക്കുകയില്ല, തിന്ന് ചോറിന് നന്ദി കാണിക്കും എന്നാണ്, ബാക്കിയുള്ളതെല്ലാം കണക്കാന്ന് അവൻ പറയുന്നതെന്നൊക്കെ വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവരുടെ സംഭാഷണം അങ്ങ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ സമയം നമ്മുടെ ലാലിച്ചനെ അങ്ങ് തറവാട്ടിൽ നിന്ന് ആൽബിയും റോബിനോട് വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്തതിന് ശേഷം ലാലിച്ചൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നിനക്കിത്ര സംശയം എന്ന് ചോദിക്കുന്നു. അന്നേരം അപ്പച്ചൻ അങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം അവിടെ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അല്ല അപ്പൻ അങ്ങ് എത്തിയോ എന്ന് അറിയണ്ടേ, അതിന് വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ, പിന്നെ അപ്പൻ ഇവിടെ വന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ നീയൊക്കെ വിളിച്ചത് അതിനാണ് എന്ന് എനിക്കറിയാം, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വളച്ച് കിട്ടൊന്നുമില്ല നേരെ ചോദിക്കാമെന്ന് പറയും. അന്നേരം ആൽബി ചോദിക്കുവാണ്
പറയുവാണ്, അതെ അപ്പച്ചൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു ലാലിച്ചൻ അവിടെ ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. അതെന്തിനാ എന്ന് ചോദിക്കുമ്പം വെറും പെണ്ണല്ല, അതെൻ്റെ മകളാണ് എന്ന് പറയുമ്പം അതെങ്ങനെയാണ് ശരിയാകുന്നത്? അങ്ങനെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടുകാർക്ക് മൊത്തത്തിൽ നാണക്കേടല്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മകളെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? 10-24 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ മകളാണ് അലീന. അവളെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. അന്ന് ഞാൻ അറിഞ്ഞില്ല എനിക്കിങ്ങനൊരു മകൾ ജനിച്ചിരുന്നുവെന്ന്. കഴിഞ്ഞ 23 വർഷക്കാലം ആരോരുമില്ലാതെ അനാഥാലയത്തിലായിരുന്നു എൻ്റെ മകൾ. അവൾ ജീവിച്ചിരിപ്പുണ്ട് എന്നും അനാഥാലയത്തിൽ ആരുമില്ലാതെയാണ് ജീവിച്ചത് എന്നൊക്കെ അറിഞ്ഞിട്ടും അവളെ എങ്ങനെയാടാ ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നത്? എൻ്റെ മകളല്ലേ, ഒരു മനുഷ്യപ്പറ്റൊക്കെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ഇതൊരു ചെറിയൊരു വിഷമമൊക്കെ ആൽബിയുടെ മുഖത്ത് വരുന്നുണ്ട്. അന്നേരം ആൽബി പറയും, അതൊക്കെ നേരെ എന്ന് കരുതി അതിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടായിരുന്നോ? അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ട് കുടുംബക്കാർക്ക് മൊത്തം നാണക്കേടായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ലാലിച്ചൻ പറയുന്നുണ്ട്, അത് ഞാനങ്ങ് സഹിച്ചു. അവൾ അനാഥാലയത്തിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് അവൾ എൻ്റെ അവിഹിത സന്തതിയായിട്ട് എൻ്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നതാണ്. ആ നാണക്കേട് ഞാനും അവളും അങ്ങ് സഹിച്ചോളാം എന്ന് പറയുമ്പം ആൽബി പറയുന്നുണ്ട്, അത് നിങ്ങൾ മാത്രം സഹിച്ചാൽ പോരല്ലോ, ഈ കുടുംബക്കാർ മൊത്തം സഹിക്കണ്ടേ എന്ന്. അന്നേരം ലാലിച്ചൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു നാണക്കേട് സഹിക്കുന്നതിന് നിനക്ക് എന്താണ് കോമ്പൻസേഷൻ വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. മാനനഷ്ടത്തിന് കോമ്പൻസേഷൻ കൊടുക്കാറില്ലേ, അതുപോലെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം, അപ്പോൾ നിൻ്റെ പ്രശ്നം അങ്ങ് തീരില്ലേ എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ അങ്ങ് സംസാരിച്ചാൽ മതിയല്ലോ, ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല, എന്നെ പറഞ്ഞാൽ ഇങ്ങനെ ന്യായം പറയുന്നവരുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആൽബി ഫോൺ അങ്ങ് വെക്കുവാണ്. എന്നിട്ട് റോബിനോട് പറയുന്നുണ്ട്, ലാലിച്ചിനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, ഒരു ഇഞ്ച് താന്നു തരികയില്ല, അല്ലെങ്കിൽ സമ്മതിച്ച് തരികയില്ല, ഇപ്പോഴും പട്ടാളക്കാരൻ്റെ ആ സ്വഭാവം വെച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുന്നുണ്ട്. ഇതേതായാലും കേട്ട് കഴിയുമ്പോഴേക്കും സ്റ്റാൻലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നേരം ഡ്രസ്സൊക്കെ മാറി സ്റ്റാൻലി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാം കേട്ടോ. അന്നേരം വലിയപ്പച്ചൻ വന്നിട്ട് ചോദിക്കും, നീ എങ്ങോട്ട് പോവാടാ എന്ന്. അന്നേരം ഒന്നും മിണ്ടിയല്ല. അന്നേരം പിന്നെയും വണ്ടിയുടെ അടുത്തേക്ക് ഇറങ്ങി നിന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോകും. നീ എവിടെ പോവാ എന്ന് ചോദിക്കുമ്പം ഞാനൊരു സ്ഥലം വരെ പോവാണ്, താമസിച്ചേ വരുള്ളൂ എന്ന് പറഞ്ഞ് വണ്ടി 100 എടുത്തുകൊണ്ട് വിട്ടടിച്ച് പോവുകയും ചെയ്യും. അന്നേരം അവിടെ ആൻ്റപ്പൻ നിൽപ്പുണ്ട്. അപ്പോൾ ആൻ്റപ്പനോട് ചോദിക്കും, അവൻ എങ്ങോട്ടാണ് പോയതെന്ന് നിനക്ക് അറിയാവോടാ എന്ന്. അന്നേരം അറിയത്തില്ല എന്ന് പറയുമ്പം, പിന്നെ നീയൊക്കെ എന്നാത്തിനാ ഇവിടെ ജോലിക്കാന്ന് പറഞ്ഞ് നിൽക്കുന്നേ, ഒന്നിനും കൊണ്ടും ഒരു ഗുണവും ഇല്ല എന്ന് പറയുമ്പം, അല്ല കുട്ടിച്ചായം ചോദിച്ചിട്ടും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, അതെ ഞാനും അവനും അച്ഛനും മകനുമാണ്, അതിൻ്റെ ഇടയ്ക്ക് നീ ഒന്നും എഴഞ്ഞ് കയറണ്ട കേട്ടോ എന്ന് പറയുവാണ്. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് അലീന വരും. അന്നേരം അലീനയോടും പറയുന്നുണ്ട്, അത് കുട്ടിച്ചായം മോളെ, അവൻ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി, നല്ല ദേഷ്യത്തിലാണ്, എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞില്ല എന്ന്. അന്നേരം അലീന ചോദിക്കും, എൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരുടെ വഴക്കുണ്ടാക്കിയോ, അതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, അതുകൊണ്ടൊന്നും അല്ല നീ, അതൊക്കെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ച് തീർത്തതല്ലേ, പിന്നെ അതിൻ്റെ പേരിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിലും ഞങ്ങൾ 2 പെഗ് അടിച്ച് അങ്ങ് തീർക്കും, പക്ഷേ അതൊന്നുമല്ല, അവൻ വേറെ എവിടെയോ പോയതാണ് എന്നൊക്കെ പറയും. എന്നിട്ട് ആൻ്റപ്പനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇവനോട് ചോദിച്ചു അവൻ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാവോ എന്ന്. ഇവൻ അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. ഇതിനൊക്കെ എന്നാത്തിനാ ശമ്പളം കൊടുക്കുന്നതെന്ന് അറിയത്തില്ല, ഇവനൊക്കെ ശമ്പളം കൊടുക്കുന്നതിന് വേണം പിടിച്ച് ചവിട്ടാൻ എന്ന് പറയുമ്പം വല്യപ്പച്ച എന്നിങ്ങനെ വിളിക്കുവാണ് അലീന, ഒരു താക്കീത് പോലെ. അന്നേരം ഞാൻ പറഞ്ഞത് സ്റ്റാൻലിയുടെ കാര്യമല്ലെന്നേ, ഇതിനൊക്കെ ശമ്പളം കൊടുക്കുന്ന അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവൻ്റെ കാര്യം ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് പയ്യെ തിണ്ണയിലേക്ക് ഫ്രണ്ടിലെ വരാന്തയിലേക്ക് കയറാൻ തുടങ്ങുവാണ് അത് കുട്ടിച്ചായൻ. അന്നേരം ഒന്ന് പിടിച്ചേക്കാം എന്നോർത്ത് ആൻ്റപ്പൻ പിടിക്കുമ്പോൾ, നീ അങ്ങ് വിട്ടേ എന്ന് പറയും. അലീനെ പിടിക്കുമ്പോൾ അലീനയുടെ കയ്യെ പിടിച്ചാൽ കയറി പോവുകയും ചെയ്യും. ആൻ്റപ്പൻ ഇതൊക്കെ കണ്ടിട്ട് ഇത്തിരി ദേഷ്യമുണ്ട്, ഏതായാലും മിണ്ടാതെ അങ്ങ് പോകുന്നു. ഏതായാലും അപ്പച്ചനും അലീനയും കൂടെ റൂമിലേക്ക് വന്നിട്ട് അവർ വീണ്ടും സ്റ്റാൻലിയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് പോയതെന്ന് അറിയത്തില്ലല്ലോ, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ പപ്പയ്ക്ക്, അതല്ലേ വേണ്ടത്, ഇങ്ങനെ ദേഷ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ മോളെ, അവൻ്റെ സ്വഭാവം ഇതാണ്, ഇതിന് യാതൊരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. പിന്നെയും അവർ എൽസമ്മയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ സംസാരിച്ച് വരുമ്പം അലീന പറയുന്നുണ്ട്, ഇവരെല്ലാവരും ഞാൻ ഇവിടെ വന്നതിൻ്റെ പേരിൽ എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പം ഞാൻ 23 വർഷം മുമ്പ് ജനിച്ച ആ സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കത്തില്ല. എന്നെ വല്ല പ്രതിമയായിരുന്നെങ്കിൽ തല്ലി പൊട്ടിച്ച് കളയായിരുന്നു. ഇനിയിപ്പോൾ എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ ആ ജനിച്ച സാഹചര്യത്തിന് മാറ്റം വരുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതൊന്നും ഈ മനുഷ്യർക്ക് എന്താ ഇങ്ങനെ മനസ്സിലാകാത്തത് എന്നൊക്കെ അലീന തന്നെ പറയുന്നു. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എൻ്റെ
പപ്പയുടെ പിള്ളേരെ പ്രസവിച്ച ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് മോളെ എന്നൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കാൽക്കൽ പോയി വീണേനെ, എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ക്ഷമിക്കാൻ എല്ലാവർക്കും സാധിക്കത്തില്ല. എല്ലാവരുടെയും മനസ്സിൽ പല പല മനുഷ്യരാണുള്ളത്. പണത്തോട് അത്യാഗ്രഹമുള്ളവർ, മാലാഹമാർ, ദുഷ്ടന്മാർ, അങ്ങനെ പല രീതിയിലുള്ള മനുഷ്യന്മാരുണ്ട്. അതിലേതിനാണോ കൂടുതൽ വെള്ളവും കിട്ടുന്നത് അതങ്ങ് വളർന്ന് പന്തലിച്ച് വരും. ബാക്കിയുള്ളതെല്ലാം മുരടിച്ചും പോകും. അതാണ് ഓരോ മനുഷ്യരും ഓരോ രീതിയിലായി പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ തത്വമൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അലീന പറയുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നമുക്ക് ഒരുമിച്ച് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കും. എല്ലാവരോടും ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് സന്തോഷമാണ്. ഇതിപ്പം എല്ലാവരും പല രീതിയിലാണ്, അതൊന്നും അങ്ങനെയല്ല വേണ്ടത് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അലീന പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ മക്കൾക്ക് അച്ഛൻ്റെ വിലയോ അച്ഛന് മക്കളുടെ വിലയോ അറിയത്തില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വിലയോ ഭർത്താവിന് ഭാര്യയുടെ വിലയോ അറിയത്തില്ല. കാരണം ഇതെല്ലാം കൈയെത്തുന്ന ദൂരത്തുള്ളത് കൊണ്ടാണ് ആർക്കും വിലയില്ലാത്തത്. ഇതില്ലാത്തവർക്ക്, അത് അനുഭവിച്ച് വളരാത്തവർക്ക് അതൊരു വലിയ നഷ്ടം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അലീന സ്കൂളിൽ പോയ സമയത്ത് സ്കൂളിൽ ഓരോ മക്കളെയും അച്ഛനും അമ്മയൊക്കെ കൊണ്ടുവിട്ടിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ കൊടുത്ത് കയറ്റി വിടുമല്ലോ, അതൊക്കെ കണ്ട് കൊതിച്ച് നോക്കി നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കുറേ കഥയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന വല്യപ്പച്ചനെ അലീനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ നമ്മുടെ സ്റ്റാൻലി നേരെ പോയത് തറവാട്ടിലേക്കാണ്. തറവാട്ടിൽ ചെന്ന് അവരോട് സംസാരിക്കുന്നുണ്ട് അലീനയെക്കുറിച്ച്. അലീന വീട്ടിൽ വന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആർക്കും നാണക്കേട് ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പം അവിടെ റോബിനും ആൽബിയും ഉണ്ട്. ആ കൂടെ അവരുടെ മൂത്ത സഹോദരനായ ഔസേപ്പച്ചനും വരുന്നുണ്ട് കേട്ടോ. അന്നേരം ഇരുന്ന് സംസാരിക്കുമ്പം അവർ ചോദിക്കുന്നുണ്ട്, ഈ അനാഥാലയത്തിൽ നിന്ന് വന്ന അലീനയെ കൂടെ അവിഹിത സന്തതി എന്ന് പറഞ്ഞ് താമസിപ്പിക്കുമ്പം അത് ആ പെൺകുട്ടിക്കും കൂടുതൽ നന്മയൊന്നും അല്ലല്ലോ ഉണ്ടാക്കി കൊടുക്കുന്നത്, അത് അവൾക്ക് ഒരു നാണക്കേടല്ലേ എന്ന് ചോദിച്ചാൽ അവരെല്ലാവരോടും ഇരുന്ന് ചർച്ച ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് ബബിതയെ കാണിക്കുന്നുണ്ട്. ബബിത പുറത്ത് പോകുമ്പം അമലിനെ കാണുന്നുണ്ട്. അമലിൻ്റെ കൂടെ മറ്റൊരു പെൺകുട്ടിയുണ്ട് കേട്ടോ. ആ പെൺകുട്ടിയായിട്ട് സെറ്റായപ്പോഴാണ് അവൻ ബബിത ഒഴിവാക്കിയത്. അത് അവൾക്ക് ഭയങ്കര വിഷമമായി. അവൾ വീട്ടിൽ പോയി ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് റിലേ പോലെ പോയി ഇരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതുപോലെ വൈകിട്ട് വീട്ടിലോട്ട് മദ്യപിച്ച് കയറി വരുന്ന, ലെവലില്ലാണ്ട് കയറി വരുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് ആകെ വിഷമത്തോടെ നിൽക്കുന്ന നമ്മുടെ വൈജയന്തിയും കാണിക്കുന്നുണ്ട്. കുറേ ദിവസങ്ങൾ കൂടി അവരുടെയും കുറേ സീൻസ് കാണിച്ചു. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.